ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞങ്ങളൊരു കമ്പനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. SM വെൽഡാർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഇത് ശരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാബ്രിക്കേഷനും അതുപോലെ ടിഗ് വെൽഡിങ്ങും അതാണ് അവരുടെ മെയിൻ. അപ്പോൾ അതെന്താണ് ഈ ചാനലിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവരുടെ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയ വീട് വാങ്ങുമ്പോഴും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അവർക്ക് അടിപൊളി കുറേ പ്രോഡക്റ്റുകളുണ്ട്. അതുപോലെ കസ്റ്റം ചെയ്ത് നമുക്ക് ആ പ്രോഡക്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇന്റീരിയർ ഡെക്കറേഷനും അത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളിവിടെ നിങ്ങൾ ഓൾറെഡി പരിചിതമായിട്ടുള്ള 2 ഫേസാണുള്ളത്. പക്ഷെ അവരിപ്പോൾ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും പോയാലോ. അപ്പം അവർ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഹലോ ഷൈജുഭായ്, എന്നാ ഉണ്ട് വിശേഷം? ഇത് ഷൈജുഭായുടെ വൈഫാണ് രമ്യ. ഒരു ഹായ് പറഞ്ഞോ. എത്ര നാളായി അയർലൻഡിൽ വന്നിട്ട്? 10 വർഷമാവുന്നു. അപ്പൊ അയർലൻഡൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി, സെറ്റായി അല്ലേ? ഓക്കെ. രമ്യയാണ് ആദ്യം വന്നത്. അപ്പം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ടെക്നിക്കൽ സൈഡും എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് നിങ്ങളുടെ കമ്പനിയിലുള്ളതെന്നും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ. അപ്പം നമ്മൾ അവരുടെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അവരുടെ വീട്ടിലാണ് കേട്ടോ, ഷൈജുബയുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവരുടെ വീടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പല വീഡിയോയിലും. ഇതിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടില്ല. എന്തായാലും ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ഹോം ടൂർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് കിട്ടിയ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സൈഡിൽ നല്ലൊരു ഗ്യാരേജ് കിട്ടി കേട്ടോ. അപ്പോൾ ഷൈജുബായ് ഇവിടെ ഓൾറെഡി വെൽഡറായിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഗ്യാരേജ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്യാരേജിനകത്തേക്കാണ് ആദ്യമേ പോകേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. കാരണം ഷൈജുബായ്ക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് അവരുണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഷൈജുബായ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നോക്കി, ഇവിടെ എല്ലാ ടൂൾസുകളും കാര്യങ്ങളും എല്ലാം വെച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു വർക്ക് സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് സ്പേസിൽ വളരെ വിശാലമായിട്ടുള്ളൊരു സ്പേസാണേ. ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും. അതുമല്ല വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടി. അപ്പം നമുക്ക് ആദ്യം തന്നെ അവരുടെ അടുത്തേക്ക് പോകാം. അവിടെ ഒരു പ്രോഡക്റ്റുകൾ എന്തൊക്കെയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷൈജുബായ്, ഇതാണല്ലോ നമുക്ക് ആദ്യമേ കാണിക്കാൻ പറ്റുന്നത് അല്ലേ? ഇത് നമ്മുടെ ചെറിയ CNC എൻഗ്രേവിങ്ങും കട്ടിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ചെയ്യുന്നൊരു ആർട്ട് വർക്ക് പോലെയുള്ള സംഭവമാണ്. ഗിഫ്റ്റ് കൊടുക്കാനും പേഴ്സണലൈസ്ഡ് ഐറ്റം. ഓക്കെ. ഇപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ പോർട്രേറ്റോ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇതേപോലെ ലൈൻ ആർട്ട് ആക്കാൻ പറ്റും. ഇപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ പനങ്ങാട് ഇടവ പള്ളിയാണ് ഈ കാണുന്നത്. ഓക്കെ. അത് നമ്മൾ ലൈൻ ആർട്ടായിട്ട് ഇതേപോലെ മിററിൽ ചെയ്തു വെച്ചു അല്ലേ? മിററിൽ എൻഗ്രേവ് ചെയ്തിട്ട് അതിൽ ലൈറ്റ് കൊടുത്തേക്കും. അപ്പോൾ നല്ല ഡാർക്ക് റൂമിലാകുമ്പോഴത്തേക്കും അത് ക്യാമറ കൂടി കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഡാർക്ക് റൂമിലാകുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. അതുപോലെ കിൽമലോക്കിലുള്ള എബി എന്ന് പറയുന്നത് പഴയ ഒരു പള്ളി, പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന പള്ളിയാണ്. പക്ഷെ അത് ഒരു ലാൻഡ്മാർക്കാണത്. അതിന്റെ ഒരു ലൈനാർട്ട് എൻഗ്രേവ് ചെയ്ത് മിററിൽ ചെയ്തിട്ട് ബാക്ക് ലൈറ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ കോർക്കിന്റെ ക്രസ്റ്റ് അത് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. അത് ഞാൻ ഇവിടെ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് 2 ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ വീട്ടുപേരൊക്കെ ഇങ്ങനെ നമുക്ക് ഇത് ഞാൻ ഒരാൾക്ക് വേണ്ടി ചെയ്തിട്ട് അതിൽ ഒരു ഡാമേജ് വന്നു. അത് വേറെ എന്ത് ചെയ്തു? ഓക്കെ. ഇതിലിപ്പോ ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്. പിന്നെ ഇത് നമ്മുടെ ലിയാനയുടെ ഒരു പേര് ജസ്റ്റ് ചുമ്മാ വെച്ചേക്കുന്നതാണ്. പിന്നെ അപ്പൊ ഇത് ഇപ്പൊ ഐറിഷ് ആയിട്ടുള്ള ആൾക്കാർ ഷൈജുബായ്ക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ ഓൾറെഡി. കാരണം എനിക്ക് തോന്നുന്നു കൂടുതലും അവരാണ് ഇങ്ങനത്തെ ഈ ലിമറിക് ബേസ് ചെയ്തിട്ടൊക്കെ ഉള്ള ഏതിന്റെ ക്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ അവർ കാണിക്കുന്ന ഡിസൈനിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ ഈ ഫാമിലി ക്രസ്റ്റുകളുണ്ട്, അതേപോലെ എൻഗ്രേവ് ചെയ്ത് ലൈറ്റ് ആക്കി ഇപ്പൊ ലിവിംഗ് റൂമിലൊക്കെ ഒരു ഷോ പീസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഇപ്പൊ ബർത്ത്ഡേക്കൊക്കെ പോകുമ്പോഴും ഇപ്പൊ ഐറിഷുകാർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ അതുപോലെ പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വീട്ടുപേര്, പിന്നെ നിങ്ങൾക്ക് ഈ നമ്മുടെ അന്ത്യത്താഴത്തിന്റെ പിക്ചർ വേണമെങ്കിൽ അത് നമുക്ക് ഡൈനിങ് റൂമിലേക്ക്. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കസ്റ്റം ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഷൈജുബായ് ഇത് ഉണ്ടാക്കി ഡെലിവറി ചെയ്യുന്നതാണ് അല്ലേ? എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമല്ലോ. ഡെലിവറി ഓൾ അയർലൻഡിൽ ഡെലിവറി ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് ആദ്യം ഇവർക്കുള്ളൊരു പ്രോഡക്റ്റ് കേട്ടോ. അപ്പം രമ്യ ഇവിടെ മിണ്ടാതിരിക്കുകയാണ്. എന്തെങ്കിലും
എന്ത് പറയുന്നു? ഇതിൽ എന്താ ഇൻപുട്ട് പറയുന്നത് രമ്യയുടെ? പക്ഷെ നല്ല കേട്ടോ, കാരണം കസ്റ്റമൈഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തന്നെ വലിയ കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പം പലതും ഈ വെബ്സൈറ്റിലും ടെമുലൊക്കെ കാണും, പക്ഷെ നമുക്കത് വരുമ്പോഴേ അറിയത്തുള്ളൂ ഇത് എങ്ങനെ ഇരിക്കും. നമ്മുടെ ഇപ്പൊ ചിലപ്പോ ഓരോ വീടുകളൊക്കെ ഒത്തിരി ആൾക്കാർ വീട് മേടിക്കണ ഇതൊക്കെ ഉണ്ട്. അവർക്കിപ്പോ അങ്ങനെ വീടിന്റെ ഒക്കെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇതിപ്പോ ഈ പള്ളിയുടെ പോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈൻ ആർട്ടാക്കി നമുക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് ഈ ബീമർക്ക് ക്രസ്റ്റിന്റെ ഒക്കെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യണ അവർക്കൊക്കെ കുറച്ചുകൂടി ഹോർഡിങ്ങിന്റെ ഒക്കെ ഫാൻസ് ആയതുകൊണ്ട് അവർക്ക് നമ്മൾ പിക്ചർ കാണിച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ കുറച്ച് ഓർഡർ മെയിനായിട്ട് ഇവരുടെ ഈ ഫൈനലി വരുമ്പോഴത്തേക്കുമാണ് കൂടുതലും ഇത് വരുന്നത് അല്ലേ? ശരിയാ, ഗിഫ്റ്റ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ. അതുപോലെ ഈ പബ്ബിലൊക്കെ അവിടെ ഇരുട്ടായിരിക്കുമല്ലോ, അപ്പൊ അവിടേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷനാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് CNC. ഇതിനെന്തോ കറക്റ്റ് പേര് പറയാം? CNC എൻഗ്രേവിംഗ് ആണ്. ഇപ്പൊ ഇത് കണ്ട ഈ ടിപ്പ് അത് വെച്ചിട്ട് നമ്മൾ എൻഗ്രേവ് ചെയ്യുന്നതാണ് കാണുന്ന ആ ലൈറ്റ് വരുന്നത്. എന്നിട്ട് ആവശ്യമുള്ള നമ്മൾ മെഷീൻ വെച്ചിട്ട് അതിന്റെ ഔട്ടർ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആവശ്യമുള്ള വലിപ്പത്തിൽ കസ്റ്റമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനും കസ്റ്റമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുന്ന് ഇത് ചെയ്യണം, ഗിഫ്റ്റ് ഐഡിയാസും ഇൻറ്റീരിയർ ഐഡിയാസും ഇതുപോലെ പേരുകളും വീട്ടുപേരും എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നതിന്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വീട്ടുപേരിൽ തന്നെ ചിലതിൽ ഞാൻ സോളാർ ലൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അതൊക്കെ നമുക്ക് വെക്കാമല്ലോ ഇവിടെ, ഷൈജ് ബൈക്ക് വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഉറപ്പായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റിലേക്ക് പോകാം കേട്ടോ. ഇവിടെ കൊണ്ട് തീരുന്നില്ല, കാരണം ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അടുത്ത ഇവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഇതിനെന്താ, ഇതൊരു പൂജാ റൂമാണോ അതോ ഇത് പൂജാ സ്പേസ് പോലെ കോർണർ? ഇതില് ഒരു കസ്റ്റമർക്ക് ഒരു കോർണറിൽ ഇത്ര സ്പേസ് ഉള്ളൂ, ഒരു 18 ഇഞ്ചസ് സ്പേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്പേസ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഐഡിയ അവർ പറഞ്ഞപ്പോഴത്തേക്ക് അതിന് വേണ്ടിട്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പം ഇത് മലയാളി കസ്റ്റമർ ആണോ? അപ്പൊ അവര് പുതിയ വീട് വാങ്ങിയതായിരിക്കും അല്ലേ? വാങ്ങിയിട്ട് അവർക്ക് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് ഈ കാണുന്നത്. പണി കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റഡ് ആയിട്ടില്ല ഇപ്പോഴും. ഇനി ഇതിന്റെ ഒക്കെ കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ ഇനിയുണ്ട്. ഇതിൽ ചെറിയ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കയറ്റാനുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് പ്രൊട്ടക്ഷൻ ഫിലിമാണ്. ഫുള്ള് പീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗ്ലോസി വൈറ്റ് ആണ്, അക്രിലിക്കില് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ രൂപക്കൂടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ ഇന്ന പോലെ ഒരു ഐഡിയ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം. ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു തരുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഡിസൈൻ ഒക്കെ ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കേട്ടേക്ക് ഇതിൽ ഓം ചെയ്തേക്കണം. അപ്പൊ അതുപോലെ തന്നെ വേറെ ഇപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. അല്ലാതെ ഇവിടെ ഇപ്പൊ മലയാളീസ് ഒരുപാട് ഈ രൂപക്കൂടുകൾ വെക്കുമല്ലോ ഭിത്തിയിൽ, അതും നമുക്ക് ഇതുപോലെ ഈ മെറ്റീരിയലൊക്കെ ചെയ്തെടുക്കാമല്ലോ. ഷെൽഫും എല്ലാം വെച്ചിട്ട് നമുക്കിപ്പോ ഈ ടൈല് തന്നെ ഒട്ടിക്കണമെന്നില്ല. ചിലർക്ക് ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് എന്തെങ്കിലും കുറച്ചുകൂടെ ഇത് കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പുതിയ ഐഡിയാസ് ചെയ്യാമല്ലോ. അങ്ങനെയും ചെയ്യാം. ശരിയാ. കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ് ഏകദേശം ഈ അവർക്കൊരു കോർണറിൽ ഈ ഒരു മെഷർമെന്റ് അവർക്ക് അത്രേ സ്പേസേ ഉള്ളൂ. നമ്മൾ ഇത്ര ഈ ഒരു സൈസിന് വേണ്ടിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ ശരിക്കും അവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ. അപ്പൊ ശരിക്കും ഇപ്പം ഞാനൊരു കസ്റ്റമറാണ്, ഇപ്പൊ ഷൈജുബായെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷൈജുബായി വന്ന് അതിന്റെ മെഷർമെന്റ് എല്ലാം എടുത്ത് ചെയ്ത് പോകും അല്ലേ? ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ അയർലൻഡിൽ തന്നെ ദൂരം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവര് മെഷർമെന്റ് എടുത്ത് എങ്ങനെയാ അതിന്റെ ഡീറ്റെയിൽ അവിടെ പോകാൻ പറ്റുമോ? അങ്ങനെ പോയിട്ട് എടുക്കാൻ പറ്റും? ഞാൻ പോയി മെഷർ ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യണത് കൂടുതലും. പിന്നെ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഞാൻ ചോദിക്കുന്ന അനുസരിച്ചുള്ള മെഷർമെന്റ് ഒക്കെ എടുത്ത് തരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവർ അതിന് കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവരുടെ മെഷർമെന്റും കാര്യങ്ങളും അവർ ഒക്കെയാണ് എടുത്ത് തന്നെ അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ. ഇപ്പൊ നിങ്ങൾ എങ്ങനെ വാട്സ്ആപ്പ് ത്രൂ ആണോ കമ്മ്യൂണിക്കേഷൻ, അതോ വെബ്സൈറ്റ് റണ്ണിങ് ആയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു. അപ്പം ഇപ്പോ ഞാൻ വാട്സ്ആപ്പ് ത്രൂ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ ടിക്ടോക്കിൽ കുറച്ചൊക്കെ ഇടാറുണ്ട്. അത്ര ആക്റ്റീവ് ഒന്നും അല്ല എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം വാട്സപ്പ് വഴി ഇതുപോലെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സ്പേസ് യൂട്ടിലൈസ് ചെയ്യണം, നിങ്ങളുടെ എന്തെങ്കിലും വെറൈറ്റി ഐഡിയ എന്നുണ്ടെങ്കിൽ. കാരണം ഈ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കസ്റ്റം ചെയ്തിട്ടേ നമുക്ക് വീട്ടിൽ ഇപ്പം നമ്മുടെ ഒരു പുതിയ വീട് വാങ്ങിയാൽ തന്നെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം ഇപ്പം ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ ലിവിങ് സ്പേസും കിച്ചണും തമ്മിൽ നമുക്കൊരു പാർട്ടീഷൻ വേണമെങ്കിൽ പോലും നമുക്ക് ഇവിടെ അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു പാർട്ടീഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത്. പ്രശ്നം ഇവിടെ ഇപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ വീട് മേടിച്ച് മോഡിഫൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് ഇവിടെയുള്ള
വർക്കേഴ്സിന് അതങ്ങോട്ട് ഇതാവുന്നില്ല. കാരണം അവരത് ഉദ്ദേശിക്കുന്നുള്ളത് അവർക്ക് അങ്ങോട്ട് ഇത് കൺവിൻസ്ഡ് ആവുന്നില്ല. അപ്പൊ അവരുടെ ചെയ്തു വന്നേക്കണ ആ ഒരു സ്റ്റൈലാണ് അവര് ചെയ്യുന്നത്. കാരണം ഇത് ഇവിടുത്തെ അവരത് കണ്ടിട്ടില്ലായിരിക്കും കൂടുതൽ. ഇപ്പൊ ഇവര് ഇവിടെ ഉള്ളവരോട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ട് അവർക്ക് കാര്യമില്ല. ശരിയാ. അപ്പം അത് ഒരു ഇതില് ചെയ്തതാ. ഇപ്പൊ ഇതില് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതില് ഡിമ്മാക്കാനും എല്ലാം ഉള്ള സ്വിച്ചും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ ഇത് ഗ്ലാസ്, ടോപ്പ് ഗ്ലാസും കാര്യങ്ങളും, പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ സെന്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയറിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഭിത്തിയുടെ ഇതിൽ തന്നെ ഈ ഒരു ഹൈറ്റിൽ തന്നെ വരും. ഇത് എവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ അവിടെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ശരിയാ, നമുക്ക് ക്ലീനിങ് ഒക്കെ ഈസിയാ. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇപ്പം നമ്മൾ വീടിൻ്റെ ഔട്ട്ഡോറിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഔട്ട്ഡോറിലേക്കും നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഇവരുടേതായിട്ടുള്ള സിഗ്നേച്ചർ ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റുകളുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഔട്ട്ഡോർ ഈ ബാർബിക്യൂ അടിക്കുമ്പോഴും എല്ലാം. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, സമ്മറിന് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുമല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഷൈജുബായുടെ സിഗ്നേച്ചർ പ്രോഡക്റ്റ് ഞാൻ ഇത് വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് സംഭവം. ഇത് റോക്കറ്റ് സ്റ്റോവ് എന്ന് പറയും. ഇത് അമേരിക്കയിലൊക്കെ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ. ഇവിടെ അങ്ങനെ അത്ര അധികം പോപ്പുലർ കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്ത് അത്യാവശ്യം റണ്ണിങ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇവിടുത്തെ ഐറിഷുകാർ ഈ ക്യാമ്പിങ്ങിന് പോണവർക്കാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുകൂടി നമ്മുടെ വിറകും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തൂടി ഫീഡ് ചെയ്യും. നമ്മൾ ഇതാണ് ഫീഡ് ചെയ്യുന്ന സ്ഥലം. ഇതിനകത്തൂടി ഫീഡ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഇവിടെ ബാക്കിൽ കൂടി ഫയർ ചെയ്യും. ഇവിടെ ഇതുണ്ട് ചെറിയൊരു ആഷ് ട്രെയിൻ. ഇതിപ്പോ യൂസ് ചെയ്തതാണ് ഞാൻ. ഇത് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണത്. അതുകൊണ്ടിട്ട് ഇപ്പൊ ഇതിന്റെ അകത്ത് ആഷൻ കാര്യങ്ങളും. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ഫയർ സ്റ്റാർട്ട് വെച്ചിട്ട് അതിൽ തീ കൊടുക്കും. അടച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വെച്ച ഇതിന് തീ പിടിക്കാൻ തുടങ്ങില്ല. നമ്മൾ വെച്ച വിറകിന് എന്ത് വേണമെങ്കിലും വെക്കാം. വിറകോ അല്ലെങ്കിൽ ചുള്ളിക്കമ്പോ കാര്യങ്ങൾ എന്ത് വേണം. ഡാമ്പർ ആയിട്ട് വരും. നമുക്ക് ഫസ്റ്റ് നമ്മളിത് തുറന്നു വെച്ച് കഴിയുമ്പോഴത്തേക്കും തീ നല്ലപോലെ ഇതായി കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതിനകത്ത് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് തീ കെട്ടോളും കുറഞ്ഞ്. എന്നിട്ട് തീ ഇങ്ങനെ കൂടി വന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് തീ വരുമ്പോഴത്തേക്കും ഉള്ള ശരിക്കുള്ളൊരു ഇത് കേട്ടോ. ഇത്രയും നല്ല പവർഫുൾ ആയിട്ട് തീ വരും കേട്ടോ. കാരണം ഇത് ഇത്രയും ഇങ്ങനെ പോയിന്റ് ചെയ്തിരിക്കുന്നുണ്ട്. ശരിക്കും ആ റോക്കറ്റിൽ നിന്ന് നമ്മൾ ആ ഒരു ഇത് ഫ്യൂവൽ എജക്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല പവറിൽ ചൂട് വരും. പിന്നെ നല്ല ഹീറ്റ് ആയിരിക്കും. അതുപോലെ ഈ മെറ്റീരിയൽ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ? ഇതെന്ത് മെറ്റീരിയൽ? മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റീരിയൽ. ഇതാണ് ഇതിന്റെ റോ മെറ്റീരിയൽ. ഓക്കെ. ഇതാണ് അതിന്റെ സ്റ്റീൽ. ഇത് 3mm തിക്നെസ് ഉള്ള സ്റ്റീലാ. അപ്പൊ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. കിടന്നോളൂ. ലൈഫ് ലോങ്. പിന്നെ ഈ ചെയ്യുന്ന പാർട്ടുകളൊക്കെ ഇതൊക്കെ ലേസറിൽ കട്ട് ചെയ്യുന്ന പാർട്ടുകളാണ്. ഇതും 5mm തിക്നെസ് ഉള്ള പ്ലേറ്റ് ആണ്. ഓക്കെ. ഒരു കാലത്തും ദ്രവിച്ച് പോകത്തില്ല. പിന്നെ ഒത്തിരി നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒത്തിരി റിവ്യൂസ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് ശരിക്കും എനിക്ക് മനസ്സിലായത് തന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവർക്കും അല്ലെങ്കിൽ ഔട്ട്ഡോർ ഈ കാരവാനിലൊക്കെ ടെന്റ് അടിച്ചൊക്കെ നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അവിടെ തന്നെ ഒരുപാട് ഈ വിറകുകളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ അവർക്ക് ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ കോള് വേണമെങ്കിലും ഇടാമല്ലോ. നമ്മുടെ കോളും കാര്യങ്ങളും ഇടാം. ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. കോള് വെച്ച് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊളാപ്സബിൾ ആണ്. എന്നിട്ട് ഫ്ലാറ്റ് ബോക്സിൽ കൊണ്ടുപോകാം. ഫ്ലാറ്റ് ബോക്സിൽ നമുക്ക് കാറിലൊക്കെ എടുത്ത് വെക്കാവുന്ന രീതിയിലുള്ള ക്യാമ്പിങ്ങിന് പോണവർക്ക് അത് വളരെ സൗകര്യം. ഇതൊക്കെ അഴിച്ചെടുക്കാം. ഓക്കെ. അപ്പൊ ഇത് ഡെലിവർ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കറക്റ്റ് ഷൈജുബായെ കോൺടാക്ട് ചെയ്യാം. ഇറ്റ്സിയിൽ ഷോപ്പ് ഉണ്ട്. സെർച്ച് ചെയ്താൽ മതി. ഇറ്റ്സി അതിന്റെ EXSY അല്ലേ? ഇറ്റ്സി. അതിന്റെ അകത്ത് ഷോപ്പ് ഉണ്ട്. അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇട്ടിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. അതെല്ലാം ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇവർ കറക്റ്റ് വളരെ പ്രൊഫഷണൽ ആയിട്ട് അതിന്റെ സേഫ്റ്റി ഗൈഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം വെച്ച് കറക്റ്റ് ഫ്ലാറ്റ് ബോക്സിലാണ് വരുന്നത്. പിന്നെ ഇത് എങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ളത് തിരിച്ച് നമ്മൾ സെറ്റ് ആക്കുന്നതിന്റെ എല്ലാം ഉണ്ടല്ലേ? വീഡിയോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ നമ്മുടെ ടിക്ടോക്കിൽ? ഉണ്ട്. ടിക്ടോക്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫുള്ള് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ അതിന്റെ യൂസ് ചെയ്യുന്ന വീഡിയോ വേറെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും വലുതൊന്നുമല്ല. അതിനകത്ത് കറക്റ്റ് ആ സ്ലോട്ടിലേക്ക് ഇട്ടാൽ മതി. ഇത് അതുപോലെ തന്നെ ജസ്റ്റ് ആ സ്ക്രൂ പിടിപ്പിക്കുക. ഇത് അതുപോലെ തന്നെ ഇരിക്കും. അത് ആ യൂണിറ്റ് അങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ തന്നെ. ഇതും
ഇത് മാത്രം അതിന്റെ ബേസ് മാത്രം ഊരിയെടുക്കാം. ഓക്കെ. അതിന്റെ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ്റെ അത് കൊടുത്തിട്ടുണ്ട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളത്. പിന്നെ അതിന്റെ വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ടിക്ടോക്കിൽ കയറിയാലും മതി. പിന്നെ ഇത് അതിന്റെ കൂടെ വരുന്ന ഇത് അതിന്റെ കൂടെ വരുന്നതല്ല, ഇതാണ് ജസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, സ്റ്റാൻഡേർഡ് യൂണിറ്റ്. ആക്സസറി ആയിട്ട് വരുന്നതാണ്. ഇത് ജസ്റ്റ് വെച്ച് ഗ്രില്ല് ചെയ്യണം കാര്യങ്ങൾ. ഇത് ഫിക്സ്ഡാ അല്ലേ? ഇല്ല, ഇത് ഓക്കെ, അങ്ങനെ വരാം അല്ലേ? ഇതൊരു സെറ്റ് ആയിട്ടാണോ കൊടുക്കുന്നത്? ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. പിന്നെ ചിലർക്ക് ഗ്രില്ലായിട്ട് വേണമെന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ ഇത് സെപ്പറേറ്റ് നമ്മൾ ഓർഡർ ചെയ്യണം. ഇത് നമ്മൾ എടുത്തിട്ട് പിന്നെ മേളിലേക്ക് നേരെ ഓക്കെ. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ല് ചെയ്തെടുക്കാവുന്ന സെറ്റപ്പ് ഐറ്റംസ് എല്ലാം വെക്കാം. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തുരുമ്പിക്കത്തില്ല. സാധാരണ ഞങ്ങൾ ഇവിടെ ബാർബിക്യൂ ഒക്കെ ഒരുപാട് വാങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു വർഷം യൂസ് ചെയ്ത് നമ്മളത് അടച്ചു വെക്കുമ്പോൾ തന്നെ ഒരുപാട് തുരുമ്പിക്കും. പിന്നെ അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ ഒരു മടിയാണ് ഈ തുരുമ്പ് കാണുമ്പോഴത്തേക്കും. പക്ഷേ ഈ ഐറ്റത്തിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതാണ് ഇത് ഒരു വട്ടം വാങ്ങിയാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാം. നല്ല കട്ടിയുള്ള നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാധനമാണ്. ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഞാനും വാങ്ങിയിട്ടുണ്ട് ഈ ലിഡിലിന്നും ഒക്കെ കിട്ടണം. മാക്സിമം ഒരു 2 വർഷം അത്രേ നിൽക്കത്തുള്ളൂ. നമ്മള് വിന്ററിൽ ഈ സാധനം യൂസ് ചെയ്യാത്തോണ്ടിട്ട് ആ സമയത്ത് ഇരുന്നത് തുരുമ്പിച്ച്. പിന്നെ രണ്ടാമത് നമ്മള് സമ്മറിന് യൂസ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അതൊരു പരിപാടി പിന്നെ വീണ്ടും വാങ്ങണം. അപ്പൊ അതിനെക്കാട്ടിയും ഇങ്ങനെ ഒരു അതുപോലെ ഇതിന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം അത്രയും തിക്നെസ് ഉണ്ട്. 14 കിലോ വരും. ഹെവി സ്റ്റീലാണ്. ഹെവി സ്റ്റീലാ. അപ്പൊ ഇതുപോലെ നല്ല ഔട്ട്ഡോർ ഒക്കെ ആക്ടിവിറ്റി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല, ഫുള്ളി കൊളാപ്സിബിൾ ആയിട്ടുള്ളത്. അത് ഞാൻ ജസ്റ്റ് എന്റെ ടിക്ടോക്കിൽ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇത് ഇവരുടെ വേറൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഓൾറെഡി സെയിലായി ഫുള്ള്. ഇനിയിപ്പം അടുത്ത സ്റ്റോക്കിന് ഷൈജു ഭായി ഇത് സെറ്റ് ചെയ്യണം. അപ്പൊ ഇത് ഇങ്ങനെ ഇതിനെന്താ ശരിക്കും പറയുന്നത്? ബാർബിക്യൂ സ്റ്റാൻഡ് ആണോ അത് ശരിക്കും? ഇത് ബാർബിക്യൂ ഗ്രില്ല് ചെയ്യാവുന്ന ഫയർ പിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ ഫ്ലാറ്റ് ബോക്സിൽ വരും. ഇത് ഫ്ലാറ്റ് പാക്ക് ആയിട്ട് നമുക്ക് ഈ ഹാൻഡിൽ പിടിച്ച് കൊണ്ടുപോകും. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അത് ഡെലിവറിക്ക് വേണ്ടി പാക്ക് ചെയ്താണ് ഫസ്റ്റത്തെ. ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ? കയ്യിൽ പിടിച്ച് കൊണ്ടുനടക്കാം. എന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇതിലിത് ഓരോരുത്തർ യൂസ് ചെയ്യണം. അതിൻ്റെ യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ഇട്ടിട്ട് കാണിച്ചു തരാം. അവർ യൂസ് ചെയ്യണതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ് ഇത് കണ്ടോ? ഇത് ഇവരുടെ ഈ ഒരു ബാർബിക്യൂ സ്റ്റാൻഡ് യൂസ് ചെയ്തൊരു കമന്റ് ഓൾറെഡി ഒരു ആൾ ഇട്ടിട്ടുണ്ട് കണ്ടോ? അവര് യൂസ് ചെയ്തിട്ട് അവര് റിവ്യൂ ഇട്ടതാണ്. പുറത്ത് പറമ്പിൽ യൂസ് ചെയ്യുന്നല്ലേ? അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ? അത്യാവശ്യം വലിപ്പമുണ്ട്, അത്യാവശ്യം കനമുണ്ട് ഇതിന്. ഇതും 5 mm തിക്നെസ് മൈൽഡ് സ്റ്റീലിൽ കട്ട് ചെയ്ത് ഉണ്ടാക്കി. ഇതെല്ലാം മറ്റേ ജിക്സോ പസിൽ പോലെ. ഇത് ഫുള്ളി ലോക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ. ഓക്കെ, ഇതും കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇനി ഇതിന്റെ സ്റ്റോക്ക് എപ്പോൾ അവൈലബിൾ ആവും? അതൊരു 2 ആഴ്ചക്കുള്ളിൽ പുതിയ സ്റ്റോക്ക് വരും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്റ്റോക്ക് എല്ലാം ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുമല്ലോ? HCയിലും എല്ലാത്തിലും മതിയാവും. ഫ്രണ്ട്സ്, ഇനി ഇപ്പോൾ അടുത്ത ഔട്ട്ഡോർ ഒരു പ്രോഡക്റ്റൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. പുതിയതായിട്ട് ബംഗ്ലാവുകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് വീടുകൾ ബിൽഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ വാങ്ങുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ടിൽ ഓൾറെഡി അതിൻ്റെ ഒരു മോഡൽ ഇരിപ്പുണ്ട്. ഇത് ഏത് കസ്റ്റമറിന് ചെയ്തതാണോ ഷൈജു ഭായി? ഇതിപ്പം ഇതിനെക്കുറിച്ച് എന്താ ഷൈജു ഭായിക്ക് പറയാനുള്ളത്? ഇത് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഫാബ്രിക്കേഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ അതിന് നടുക്ക് വന്നേക്കുന്ന ബോർഡ് കമ്പോസിറ്റ് ബോർഡാണത്. അപ്പോൾ ഇതൊരു റീസൈക്കിൾഡ് മെറ്റീരിയലാണ്. നമ്മുടെ മരം പോലത്തെ അല്ല. മരത്തിന് നമ്മൾ ഇടക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കണം, വേറെ കോട്ടിങ്ങും കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. ഇവിടുത്തെ വെതറിന്റെ ഇതായതുകൊണ്ട്. പക്ഷെ ഇത് 0 മെയിൻ്റെനൻസ് ആണ്. നമുക്ക് വേറെ പെയിന്റിങ്ങും കാര്യങ്ങളും ഇത് പെയിന്റിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് അങ്ങനെ കിടന്നോളും. ഓക്കെ. പിന്നെ ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ട് ചെയ്തേക്കും. ഇത് ഗാൽവനൈസ്ഡ് സ്റ്റീലാണ്, പക്ഷെ അതും തുരുമ്പിക്കില്ല. ഓക്കെ. എന്നുവെച്ചാൽ പെയിന്റ് അടിക്കാത്ത രീതിയിലുള്ളൊരു സെറ്റപ്പ്. പെയിന്റ് കളർ വല്ലതും കൊടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഈ പാനലിൽ വേണമെങ്കിൽ ഗാൽവനൈസ്ഡിൽ പെയിന്റ് ചെയ്ത് ഇപ്പൊ ബ്ലാക്ക് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓരോ വീടിന് മാച്ച് ആവുന്ന രീതിയിൽ കളർ കൊടുക്കണമെങ്കിൽ ഇത് ലേസർ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന പാനലാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ശരിയാ. ഇതിന്റെ കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അവിടെ ഇരിക്കുന്ന ഒത്തിരി കളറുകൾ ഉണ്ട്, വേറെ കളറുകൾ. ഇപ്പൊ അവിടെ ഇരിക്കുന്നത് അതൊക്കെ സാമ്പിളുകളാണ് അവിടെ ഇരിക്കുന്നത്. ബോർഡിന്റെ അല്ലേ? ഓക്കെ. ആ ബോർഡുകളുടെ പല ടിമ്പർ ഫിനിഷും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള
അതൊക്കെ ഫുള്ളി നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമനുസരിച്ച് അതുപോലെ വീടിന്റെ ഒരു കളറിനനുസരിച്ച് ചൂസ് ചെയ്യാം ആവശ്യത്തിന്. ഇതിപ്പോ നിങ്ങൾ ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോ ഇവിടെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ടോ? ഗേറ്റ് അങ്ങനെ ചെയ്യണോ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഓക്കെ, വളരെ കുറവാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗേറ്റ് ചെയ്യണത്. ആൾക്കാർക്ക് പൊതുവെ ഒരു ഇതുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഒരു ഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് വരും കാര്യങ്ങളാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേറെ പുറത്തുനിന്നുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കോട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യണവര് വളരെ റെയറാണ്. സാധാരണ ഗേറ്റ് ചെയ്യുന്ന റേറ്റിനേലും കുറവായിരിക്കുള്ളൂ ഈ വരുന്ന നമ്മൾ ചെയ്തു വരുന്നത്. ഓക്കെ, അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ചെയ്തു കൊടുക്കാറ്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ചെയ്യാൻ വേണ്ടിട്ട് 1-2 കോട്ടുകളൊക്കെ എടുത്ത് നമുക്ക് എന്ത് റേറ്റ് കാര്യങ്ങൾ വരണമെന്ന് അറിയണമല്ലോ. അപ്പൊ അതിനുവേണ്ടി കോട്ടുകൾ എടുത്തപ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്നതിനും ഒത്തിരി ഹൈ ആയിട്ടാണ് മൈൽഡ് സ്റ്റീലിൽ ഗേറ്റ് ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിലും ഇവിടെ കുറെ വർക്കുകൾ വളരെ സിമ്പിൾ വർക്കുകളാണല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ കിട്ടത്തില്ല. ഇപ്പൊ ഞങ്ങൾ വീട് വാങ്ങിയപ്പോൾ ഓൾറെഡി ആ വീടിന്റെ ഫ്രണ്ടിൽ ഗേറ്റ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ തന്നെ നോർമൽ മെറ്റീരിയലാണ്. പക്ഷെ നമ്മൾ പെയിന്റ് അടിക്കാൻ നോക്കുമ്പോൾ നമുക്കറിയാം തുരുമ്പിച്ച് ഇങ്ങനെ ഇളകി വരുന്നത് അറിയാം. പിന്നെ ആ ഒരു കമ്പിയുടെ ഷേപ്പുകൾ മാറി വരും. അപ്പം എല്ലാ വർഷവും നമ്മൾ പെയിന്റിങ്ങും ടച്ചപ്പും എല്ലാം ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു ഇതിന് ബെസ്റ്റ് ഒരു ഓൾട്ടർനേറ്റീവ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് പുതിയ വീടുകളൊക്കെ വാങ്ങുമ്പോൾ ആ വീടിൻ്റെ ഇതിനനുസരിച്ച് ഡിസൈനിനനുസരിച്ച് അതിൻ്റെ കളറിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മിനിമം എത്ര വർഷം ഗ്യാരണ്ടി കാണും? സ്റ്റെയിൻലെസ് സ്റ്റീലിന് പറയാൻ പറ്റും. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വാറണ്ടി പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. വരുന്നില്ല. അതാണ് ശരിയാ. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് സ്റ്റീലാണെങ്കിൽ നമ്മളിങ്ങനെ തുരുമ്പിക്കണ ഒരു പ്രശ്നം കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും വരും. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലിന് ഇത് 304 ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഒരു പ്രശ്നം തുരുമ്പെന്ന് പറയുന്ന പ്രശ്നം വരത്തില്ല ഇതിൽ. ഓക്കെ, ഈവൻ എസ്റ്റേറ്റുകളിലുള്ളവരാണെങ്കിൽ പോലും സൈഡ് ഗേറ്റുകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വലുത് ബംഗ്ലോവിന് വേണ്ടിയിട്ടുള്ളതാ. മെയിൻ ഗേറ്റും അല്ല, പക്ഷെ എന്നാലും ഒരു സൈഡ് ഗേറ്റ് പോലെ, പക്ഷെ കുറച്ചുകൂടി വലുതാണത്. ഇതൊരു കസ്റ്റമർക്ക് ഇത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു പാനല് ഫിക്സ്ഡ് ആയിരുന്നു, മരത്തിൽ ചെയ്ത് വെച്ചതാ. ഓക്കെ, അപ്പോൾ നമ്മളെ ലാസ്റ്റ് വന്ന സ്റ്റോം യുവണോ അങ്ങനെ ഇയോൺ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ അത് ഡാമേജ് ആയി. അപ്പൊ അങ്ങനെ ഒത്തിരി ഗേറ്റുകൾ മരത്തിന്റെ ഡാമേജ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈഡ് ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഒരു പാനൽ ഫിക്സ്ഡ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് 2 ഗേറ്റും കൂടി തുറക്കാവുന്ന രീതിയിൽ. അപ്പൊ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വല്ല ബിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തള്ളിക്കൊണ്ട് പോകണമെങ്കിൽ ഈസി ആയിട്ട്. ഓക്കെ, നമ്മൾ രണ്ടും തുറക്കാവുന്ന ഗേറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഇതിപ്പോ ഷൈജുബായെ വിളിച്ച് പറഞ്ഞ ഷൈജുബായി പോയി തന്നെ മെഷർമെന്റ് എല്ലാം എടുത്ത് ഫിറ്റ് ചെയ്തും കൊടുക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്യുന്നത് ലിമറിക്ക് ഏരിയയിലാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ പിന്നീട് നമ്മളത് ഓൾ അയർലൻഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. ഓക്കെ, കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെന്ന് തോന്നുന്നു. നമ്മളിവിടെ കൂടുതലും കണ്ടേക്കുന്നത് മറ്റേ ബ്ലാക്ക് കളർ, ഒന്നില്ലെങ്കിൽ മരത്തിന്റെ അതല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ റൗണ്ട് ബാറും കാര്യങ്ങളും അതിന്റെ മേളിൽ സ്പിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള മോഡലാണ് നമ്മൾ കണ്ടേക്കുന്നത്. അതെല്ലാം ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് മോശമാണെന്നല്ല പറയുന്നത്, അത് നല്ലൊരു ഡിസൈൻ തന്നെയാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടില് പുതിയ കണ്ടംപററി സ്റ്റൈൽ വീടുകൾക്കൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ്. ഇപ്പൊ ഞാൻ അവിടെ ചെയ്തേക്കുന്ന ഗേറ്റ് അത് ഞാനിവിടെ തുടങ്ങുന്നതിന് മുമ്പ് വീട് മേടിച്ച സമയത്ത് ചെയ്ത ഗേറ്റ് ആണ്. അത് ഞാൻ ചെയ്തത് ഗാൽവനൈസ്ഡിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ ഷൈജുബായി ഡെലിവറിയെ കുറിച്ച് പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പം പുതിയൊരു വാനോട് എടുത്തെന്ന് പറഞ്ഞല്ലോ, അത് ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഈ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഇവർക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഓൾ ലിമറിക്ക് നമുക്ക് ഫ്രീ ഡെലിവറിയും കാര്യങ്ങളായിട്ട് ചെയ്യാം. പിന്നെ ഔട്ട് ഓഫ് കൗണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഡെലിവറിയും കാര്യങ്ങളും അതിന്റെ രീതിയിൽ ചെറിയ ഡെലിവറി റേറ്റ് കൂടെ വരും. നമുക്ക് ചാർജ് ചെയ്താലല്ലേ നമുക്ക് വർത്താവത്തുള്ളൂ. ശരി, ലിമറിക്ക് കുഴപ്പമില്ല, ലിമറിക്കിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ചെയ്തെടുക്കാം. പിന്നെ ഷൈജുബായി, നമ്മൾ ഈ കാറ്ററിംഗിന്റെ കുറച്ച് പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യണവർക്ക് കാറ്ററിംഗ് ടീമുകൾക്കൊക്കെ എല്ലാം ഫർണിച്ചേഴ്സും കാര്യങ്ങളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും, സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള വർക്ക് ചെയ്യാറുണ്ട് നമ്മൾ. ഓക്കെ, കാരണം ഇപ്പം നമുക്കറിയാം ഇവിടെ തന്നെ ഒരുപാട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നവർക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എല്ലാം ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരുടെ ആക്സസറീസ്, ഇപ്പൊ അതിന് വേണ്ട ടേബിൾ, പ്രിപ്പറേഷൻ ടേബിൾ, ഇപ്പൊ കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, എന്തെങ്കിലും അവരുടെ അടപ്പ് വെക്കാനുള്ള സ്റ്റാൻഡ്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രോപ്പർ വേയിൽ ചെയ്യുന്ന. ഓക്കെ, അപ്പൊ അവര് ഔട്ട്സൈഡിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നമുക്ക് ഫാബ്രിക്കേഷൻ ചെയ്ത് വെൽഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഔട്ട്സൈഡ് ഒരു കോട്ട് എടുത്തിട്ട്, ഇപ്പൊ ഷൈജുബായി എടുത്തും ഒരു കോട്ട് എടുത്താൽ അതിന്റെ ഡിഫറൻസ് നല്ല രീതിയിൽ
റീസണബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. പിന്നെ അതുപോലെ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ആ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചേ. ഇപ്പോൾ ഇവരൊരു ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഒരു ഹോളി കമ്മ്യൂണിൻ്റെ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ വെച്ചേക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഷൈജുബായി തന്നെ ഡിസൈൻ ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. വളരെ എലിഗൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ്. അപ്പം ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് കൊണ്ടിട്ട് അതിൻ്റെ മേളിൽ ലൈറ്റും കാര്യങ്ങളും കയറ്റി ക്യാൻഡിൽ പോലെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പീസാണ്. ആ, അപ്പം അങ്ങനെ ഇവന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം അല്ലേ. നമ്മുടെ ഈ നമ്മുടെ സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റ് വെക്കാനുള്ള ഓക്കെ സ്റ്റാൻഡ് പോലെ സ്റ്റാൻഡാണ്. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലില്ല. അതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് മെയിനായിട്ട് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. പിന്നെ ഉള്ളത് ഇപ്പോൾ ഇത് വേറൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇതിനൊരു സെക്യൂരിറ്റി ഡോർ ആയിട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു അവർക്ക്. ഓക്കെ, വേറെ ഈ ഗ്ലാസ് പൊട്ടിച്ചകത്ത് കയറാക്കി അവർക്ക് ഇങ്ങനെ ഒരു ബാക്ക് ഡോറിനല്ലേ ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റം ചെയ്ത് നമുക്ക് കസ്റ്റമറുടെ ആവശ്യം എന്താണോ ഇപ്പം നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ ഫാബ്രിക്കേഷനും വെൽഡിങ്ങും സംബന്ധിച്ചിട്ടുള്ള എന്ത് വർക്കാണെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇവരുടെ പ്രോഡക്റ്റുകളും സർവീസുകളും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കാരണം നമുക്കിവിടെ അധികം ഇല്ലാത്തതും എന്നാൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് വളരെ ഹൈ ക്വാളിറ്റിയിൽ സാധനം നിങ്ങൾക്ക് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ വന്ന് കോട്ടെടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് കേട്ട് അതിനനുസരിച്ച് കസ്റ്റം ചെയ്ത് നമ്മുടെ SM വേൾഡ് ആർട്ട് അല്ലേ വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ ഇതായിട്ട് ചെയ്യുന്ന ആളാണ് ഷൈജുബായി. എനിക്ക് നേരത്തെ അറിയാം ഇവിടെ വെൽഡറായിട്ട് വർക്ക് ചെയ്യില്ലായിരുന്നു. അപ്പൊ അതിന്റെ തന്നെ നല്ല ടെക്നിക്കൽ നോളജ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവരുടെ വീട് നിങ്ങൾക്ക് ജസ്റ്റ് ഹോം ടൂർ പോലെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അതിനകത്ത് ഷൈജുബായി കുറച്ച് കസ്റ്റമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടുന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും വളരെ താങ്ക് യു സോ മച്ച്. എനിക്ക് താങ്ക് യു സോ മച്ച്. കാരണം ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതിൽ, ഈ വീഡിയോ എടുക്കാൻ പറ്റിയതിൽ നല്ല പ്രോഡക്റ്റുകളാണ്. അപ്പം ഞാൻ ലിയാന എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുപോയി കേട്ടോ. അപ്പൊ എല്ലാവർക്കും പുതിയത് ഉണ്ടാക്കി തരാം. അതേപോലെ ഫിനിഷ് ബ്ലോഗർ എന്നുള്ള ലോഗോ എല്ലാവിധ ഭാഗങ്ങളും ഞാൻ എന്തായാലും വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം. അതുപോലെ ഇവരുടെ വെബ്സൈറ്റും പിന്നെ HC അല്ലേ EHSY അതിനകത്താണ് ഇവരുടെ പ്രോഡക്റ്റ് ഇടുന്നത്. അതിന്റെ എല്ലാ ലിങ്ക് കൊടുത്തേക്കാം. അതല്ലാതെ നിങ്ങൾക്ക് ഷൈജുബായിയെ ഡയറക്റ്റ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസുകളും കോട്ടുകളൊക്കെ അറിയാൻ വേണ്ടി. കാരണം ഇവർക്ക് തന്നെ പലപ്പോഴും പല കാര്യങ്ങളും ഓഫറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ ഇടാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ പ്രൈസുകൾ ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രോഡക്റ്റിന്റെ ചിലതിന്റെ ഒന്നും പ്രൈസ് പറയാനത് കേട്ടോ. അപ്പൊ ഷൈജുബായി വീണ്ടും താങ്ക്സ്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ബെസ്റ്റ് വിഷസ് രണ്ടുപേർക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ അടുത്തൊരു കിടില വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.